ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ദാ ഒരു എഗ് ബ്രോസ്റ്റ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് 1 ഗ്ലാസ് മൈദ, 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ അപ്പസോഡ, അതേപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ പൊടിയിലൊക്കെ ഇതെല്ലാം കൂടി നല്ലോണം പിടിച്ചിരിക്കണം. എന്നിട്ട് ഈ പൊടിയിൽ നിന്ന് ഒരു 5 സ്പൂൺ വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കണേ. അപ്പോഴേക്കും ഇതാ നമ്മൾ കോഴിമുട്ട ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ കോഴിമുട്ടൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാട്ടോ സംഭവം. അപ്പോൾ ഇതാ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അപ്പോഴേക്കും ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ 5 സ്പൂൺ പൊടി ഉണ്ടല്ലോ, അതിലേക്ക് ഈ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനേക്കാൾ ഒന്നും കൂടി ഇതാ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണേ. അപ്പോൾ അതെല്ലാം റെഡിയായി. അപ്പോൾ നമുക്കിനി അടുത്തത് ഈ കോഴിമുട്ട നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് എങ്ങനെയാണോ എത്ര പീസാണോ ആക്കേണ്ടത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. 4 പീസാണെങ്കിൽ 4 പീസാക്കിയിട്ട് 6 പീസാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതാ ഞങ്ങളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അത് ഈ ഒരു ബാറ്ററിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടില്ലേ, ആ പൊടിയിലേക്ക് ഒന്നിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് ഇത് 2 സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യണം. ഇതൊന്നിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുടഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇതിലേക്ക് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണേ. അപ്പോൾ ഒരു പ്രാവശ്യം ആയാലും കുഴപ്പമൊന്നുമില്ല, 2 പ്രാവശ്യം ആകുമ്പോൾ ഒന്നുകൂടി ക്രിസ്പിനെസ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസുകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ ബാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാന് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ഓയിൽ. അതാ നമ്മൾ ഓയിലൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ എന്താ പറയുക, എഗ് ബ്രോസ്റ്റ് എന്ന് തന്നെ പറയാമല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ എഗ് ബ്രോസ്റ്റ് എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി. മഴയൊക്കെ അല്ലേ, പിന്നെ നമ്മൾ ഈ തട്ടുകടയൊക്കെ നടത്തുന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല പറ്റിയ റെസിപ്പി ആട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കോഴിമുട്ട വെച്ചിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കാമല്ലോ, നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കഴിക്കാൻ. ഇത് ഈ ക്രിസ്പിനെസ് കുറേ സമയമൊക്കെ നീണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ അങ്ങനെ തണുത്ത് പോകുന്നില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇതിൻ്റെ കൂടെ മയോണൈസ് അതേപോലെ ടൊമാറ്റോ സോസൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തിയിട്ടൊക്കെ ഇങ്ങനെ കഴിക്കാം കേട്ടോ, ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളെ എഗ് ബ്രോസ്റ്റ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.